ടീറ്റോ വരുവാണേ. പെട്ടെന്നാണേ, പോയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഓഫീസിലുള്ളതാ. ആ നടരാജ, കാണാനില്ലേ? എവിടെ പോയി? എടാ, അവൻ പോകുന്നിടത്തൊക്കെ നോക്കിയോ? ആ ഇല്ലേ? എടാ, അവൻ സ്ഥിരം അവൻ്റെ കൂടാൻ പോണ ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്ക്. ആ എല്ലായിടത്തും നോക്കിയാ? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണേ, അത് എടുത്തു പിടിച്ച് അങ്ങനെ കൊടുക്കാക്കൂല. ആദ്യം നമ്മളൊന്ന് അന്വേഷിക്ക്. വെറുതെ ഇനി എടാ, ആദ്യം നമ്മളെ പാർട്ടിയിൽ അൻസാറിനെ അറിയിച്ചാ? നടരാജൻ, ഞാൻ പറയണമെന്ന് കേക്ക്. എന്താണ്? ആദ്യം നമ്മളെ എല്ലാ പാർട്ടിയുടെ ആൾക്കാരെടുത്ത് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് അന്വേഷിക്ക്. ഇനി വിളിച്ചത് പബ്ലിസിറ്റി കൊടുക്കണ്ട, ആദ്യം എന്താണെന്ന് അന്വേഷിക്ക്. എന്നാന്ന്? പുരുഷനെ കാണാനില്ല. എവിടെ പോയി വന്നില്ലാന്ന്. വല്ല കൂട്ടുകാരുടെ അടുത്ത് പോയതായിരിക്കും. കൂട്ടുകാരെടുത്ത് പോയതാ, ഇവിടെ പോയതാ. ഇവന്മാരൊക്കെ ഇത് എന്തുവാണ്? നമ്മൾ പാർട്ടി ഇതൊക്കെ വിട്ടാൽ ഈ പറഞ്ഞില്ല, വീണ്ടും നമുക്ക് തലവേദനയാണ് ഒരു സൈഡിൽ നിന്ന്. ഇപ്പൊ ആരെ വിളിച്ചു നോക്കണേ? ഞാൻ അൻസാറിനെ വിളിക്കട്ടെ. അൻസാറേ അറിഞ്ഞോ? എടാ, ഇപ്പം നടരാജൻ വിളിച്ചിരുന്ന് പുരുഷനെ കാണാനില്ലാന്ന്. എടാ, ഇന്നലെ പോയിട്ട് വന്നില്ലാന്ന്. അവനൊക്കെ വൈകുന്നേരം 6 മണിക്ക് വീടണയുന്ന ടീമല്ലേ? അന്വേഷിക്കണം. അത് തന്നെ ഞാൻ അവനോട് പറഞ്ഞു, നടരാജനോട് പറഞ്ഞു ആദ്യം ഒന്ന് നമ്മളായിട്ട് അന്വേഷിക്കാൻ. നമുക്ക് കനകൻ്റെ അടുത്തൊക്കെ പിന്നെ പറയാൻ സാറേ, നമ്മൾ വെപ്രാളം കാണിക്കണ്ട, ആദ്യം ഒന്ന് അന്വേഷിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ഇറങ്ങ്. ഞാനും അങ്ങോട്ട് വരാം. വരാം അവിടെ വരാം. ഞാനിപ്പോൾ ഇറങ്ങി. ഒരു രീതിയിലും സമാധാനം തരില്ല. ഓഫീസിലാണെങ്കിൽ ആളും വേണം. റൊണാൾഡോ എവിടെ? എവിടെ വന്നേ? ഈ നടരാജൻ പറഞ്ഞോണ്ട് വിശ്വസിക്കാൻ. നടരാജൻ പറഞ്ഞോണ്ടല്ല, പുരുഷന്റെ അമ്മ വിളിച്ചിട്ട് കരഞ്ഞ് പറഞ്ഞെന്ന്. എടാ, പുരുഷനെ കാണാനില്ലാന്ന്. ഇന്നലെ പോയിട്ട് വന്നില്ലാന്ന്. എടാ, ഫോണിലൊന്ന് വിളിച്ചു നോക്ക്. എടാ, വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലോ ഇല്ലാന്ന് പറയണ. പിന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുമോ? നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ തിരക്കാം. നീ തിരക്കാന്ന് പറഞ്ഞ എന്റെ കൂടെ വാ. ഞാൻ അൻസാറിനെ വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാം. തിരക്കാന്നല്ലേ, എനിക്കിച്ച് തിരക്കുണ്ടെന്ന്. നിന്റെ തിരക്ക് വാടാ ഇങ്ങോട്ട്, ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഇത് ഇരിക്കട്ടെ, ഞാൻ വരാം. ഇപ്പൊ ഇനി എന്തായാലും ഒന്ന് പോയിട്ട് വരാം. വന്നിട്ട് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ചോറാണ് അത്യാവശ്യം. പോ ഇറങ്ങ്. പിന്നെ എടുക്കണ്ടായിരുന്നല്ലോ. ചേച്ചി എന്തുവരയ്ക്കും? അത് നിന്റെ മൈൻഡിൽ എന്ത് തോന്നുന്നു അതല്ലേ വരയ്ക്കണ്ടേ. ചേച്ചി പറ. നീ പാണ്ടേനെ വരയ്ക്ക. പാണ്ടയില്ല, അത് എളുപ്പമാണ്. 3-4 വര വരച്ചാൽ പോലും. മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് നല്ല എളുപ്പമാണ്. അത് വരയ്ക്ക. ബ്ലാക്ക് ഇട്ട് വരയ്ക്കടാ. ബ്ലാക്ക് ഇല്ലേ? ബ്ലാക്ക് ഇല്ല. അവിടെ ഇരും. അതെൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കണം. എടാ, അവിടെ ആശയ തുണി അടക്കമില്ലേ? ഇപ്പൊ മഴക്കോളുണ്ട്. നീ പോയി അത് എടുത്തിട്ട് പെട്ടെന്ന്. ചേച്ചിയും കൂടെ വാ. ഞാൻ വരാം. നീ പോയി എടുത്തിട്ട്, കുറച്ച് തുണിയുള്ളൂ. എടുത്തിട്ട് ആ ബ്ലാക്ക് ഇത് മറ്റേ ഡാഡിയുടെ ഡ്രോയിൽ ഇരിപ്പുണ്ട്, അതും കൂടെ എടുത്തിട്ടോ. ബ്ലാക്ക് ഇട്ട് വരാം. എന്നിട്ട് ഇതോടെ ഇരിക്കട്ടെ. ഓ, തറ വീഴാതെ എടുക്കണേ. ഹലോ, ഞാൻ പറഞ്ഞില്ല വിളിക്കല്ലെന്ന്. എടി, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. നീ എത്രയും പെട്ടെന്ന് നീ അമ്പലത്തിന്റെ ഫ്രണ്ട് പറഞ്ഞ കുറെ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ. എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ട്. പറ്റൂല. ഇല്ല, നീ വന്നേ പറ്റുള്ളൂ. ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ വന്നേ പറ്റുള്ളൂ. ശരി എന്നാ. അല്ല, ഒരു മിനിറ്റ്.
ആ പോവാ. ആ അത് നോക്കാം. ആ ശരി എന്നാ അത് പ്രസിഡന്റിനോട് പറയാം. ആ ശരി. പേടിച്ചു പോയല്ലോ മനുഷ്യൻ. ഇച്ചിരി ഉള്ളു ആകെ നിന്ന് തരാം. എന്നാ ഇച്ചിരി അച്ചാറിടാൻ വേണ്ടിയിട്ടാ. നീ ഇച്ചിരി വെളുത്തുള്ളി പൊളിച്ചെടുക്കാവോ? ഇന്നെന്താ പരിപാടി? ഇന്നെന്നാ എനിക്കെന്താ പരിപാടി? എനിക്ക് ഇവിടുത്തെ പണി, അത് കഴിയുമ്പോൾ നാട്ടിൽ പണി. ഞാനേ ഈ ബുക്ക്. ഏത് ബുക്ക്? നമുക്ക് ബുക്കെല്ലാം കിട്ടിയില്ലല്ലോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ നീ താമസിക്കൂന്ന് പറഞ്ഞത് കിട്ടാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ യൂണിയനിൽ നിന്ന് മേടിക്കണേണ അത് ഇൻഡിവിജ്വലി മേടിക്കണേണ നല്ലതെന്ന് നോക്കിയിട്ട് മേടിക്കാന്ന്. ആവോ ഞാൻ ഓർക്കണില്ല. അപ്പൊ അതിപ്പോ മേടിക്കാൻ പോവാന്ന്. ഇപ്പൊ ഈ തൃപ്പൂണിത്തുറയ്ക്ക് പോവാനാ? അല്ല, ഇവിടുന്ന് മേടിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ കിട്ടുവോ? ഇവിടെ കിട്ടും. മാളുപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇവിടെ ബുക്ക് വന്നിട്ടുണ്ട്, അവളൊക്കെ ഇപ്പഴാ പോകുന്നേ മേടിക്കാനെന്ന്. ആണോ? അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പോകാം. അപ്പോഴേ അന്ന് അമ്മയ്ക്ക് ഇത് കഴിഞ്ഞ് അച്ചാറും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്തിനാ പറഞ്ഞേ? അല്ല, അമ്മയ്ക്ക് എന്തായാലും പഞ്ചായത്തിലോട്ട് വരണം. ഇല്ലാന്ന്, ഇത് പെട്ടെന്ന് തീർന്നു പോവും. ആകെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേർ പോവും. പിന്നെ ഇനിയിപ്പൊ അമ്മ റെഡി ആവണം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഡ്രസ്സ് മാറിയാ അങ്ങ് ഇറങ്ങി ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് മുന്നേ. നീ റെഡി ആകുമ്പോഴത്തേക്കും എന്റെ പണി കഴിയോടി. ഒരു 10 മിനിറ്റ് നിന്നാ മതിയടി മുത്തേ. അമ്മ ഒറ്റയ്ക്ക് പോണ്ടേ? അങ്ങനെയല്ല അമ്മ, ഈ വെയില് വന്നാ പിന്നെ തലവേദന അറിയാലോ. ഒന്നാമത് വയ്യ. ആ വെയില് വരണേന് മുന്നേ ഞാൻ പോയിട്ട് വരാം. പൈസ ഇല്ലാട്ടാ. അല്ല, ഞാൻ അന്ന് തന്നു എനിക്ക് പൈസ. അതുണ്ടാ കയ്യില്? ഞാൻ പോയി മേടിച്ചിട്ട് വരാം പെട്ടെന്ന്. വെയില് താഴ്ന്നതിന് മുമ്പ് മേടിച്ചിട്ട് വരാം. അമ്മ എപ്പോ ഇറങ്ങുന്നേ? അമ്മ എന്നാ ഇപ്പൊ ഇന്ന് ഇറങ്ങണില്ല, നാളെ എങ്ങാനും ഇന്ന് പോണില്ലേ? അപ്പൊ ഞാൻ പോയി പെട്ടെന്ന് വരാം. ബുക്ക് മേടിച്ച ഉടനെ വരാം, തീരുന്നതിന് മുന്നേ. ഓക്കെ. ഊണ് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പോയാ മതിയായിരുന്നു, ഈ വെയിലറിയിട്ട്. ഫോൺ സ്വിച്ച് ഓഫ്. അല്ല, അത് സ്വിച്ച് ഓഫ് ആയി പോയി. കാര്യം ഒന്ന് പറഞ്ഞു പോട്ട്. ഞാൻ ഒരുപാട് കള്ളം പറഞ്ഞിട്ടാ വന്നൊന്ന് പറ. നീ അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണാമല്ലോ, സംസാരിക്കാൻ വേണ്ടി. ചുമ്മാ കാണാനാണ് എന്നെ ഇവിടെ വിളിച്ചു വരുന്നത്. ഒരൊറ്റ അടി വെച്ച് തന്നാണ്ടല്ലോ. കുഴപ്പമില്ല, നീ കുഴപ്പമില്ല. എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടാണല്ലോ നീ മേലെ ഇങ്ങനെ കാണിക്കരുത്. ആണല്ലോ. എടി, നീ വീട്ടിൽ നിന്ന് എങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞത്. അത്യാവശ്യമായിട്ട് ഇവിടെ സംസാരിക്കാൻ പറ്റൂല. ഞാൻ പറയട്ടെ. നീ എന്ത് പറയാൻ? എടി, എനിക്ക് അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ചുമ്മാ തിത്തിത്താര കളിക്കാതെ ഇപ്പൊ പറ. എടി, അങ്ങനെ പറയാ ഇല്ലെന്നല്ല, ഉണ്ട്. അത് പറയാം. അത് ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങോട്ടൊന്ന് സംസാരിക്കാം. അങ്ങോട്ട് മാറി നിന്നാലും ആൾക്കാരെ ശ്രദ്ധിക്കൂലേ? കുഴപ്പമില്ല. ഭയങ്കര റിസ്ക്. ഇങ്ങനെ നിൽക്കും, ആരേലും കണ്ട. ഇവിടെ നിന്ന് ആര് സംസാരിക്കുന്നു മുത്തേ? ഇവിടെ അല്ല. എന്നാ ഞാൻ പോവാ. നീ പോവാൻ നിൽക്കാതെ. ഇവിടെ അടുത്ത് ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്ക് പോയിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനോ? ഇടി, വലിയ പാർക്കല്ല, കുഞ്ഞു പാർക്ക്. ആൾക്കാരില്ല ഇവിടെ. പറയുന്ന മനസ്സിലായി. ഞാൻ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ഞാൻ വരൂല. നീ ഇതുപോലെ എന്ത് കള്ളത്തിനും പറഞ്ഞാന്ന് ഞാൻ വന്നത്. ഞാൻ വെച്ചാൽ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. പറയുന്ന കേള്. നീ ഇവിടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ ആൾക്കാർ ശ്രദ്ധിക്കും. നീ പതുക്കെ ബൈക്കിലോട്ട് കയറണം. തോന്നിയോ സോണിക്കാണെങ്കിൽ മുത്ത പറയുന്ന പറയിട്ടെന്ന്. നീ ഈ ടെൻഷൻ കാണുമ്പോ ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും. നീ വന്നാണ് പറയുന്നത് മനസ്സിലാക്കും. പതുക്കെ ഈ ബൈക്കിലോട്ട് കയറി. ബൈക്കിൽ കയറി നമുക്ക് ആ പാർക്കിൽ ബൈക്കിലൊന്നും ഞാൻ കേറൂല. ബൈക്കിൽ കേറൂല. മനസ്സ് തുറക്കണ്ട. ആരും കാണൂല. ശ്രദ്ധിക്കാതെ. ഇതാണ്ട ഇത് പിടി. ഒറ്റ മനുഷ്യനെ ശ്രദ്ധിക്കൂല. നീ ഇത് പിടി. ഇത് വെച്ചേ. തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നേ. മനസ്സ് തുറന്നു തോന്നാ ഞാൻ കേറുമെന്ന്. ഞാൻ വരൂല. വെച്ചാൽ വരൂല. ഡാഡി ഇല്ലാത്ത സ്ഥലമില്ല. ഡാഡി എല്ലാ സ്ഥലത്തും കാണും. ഞാൻ പിന്നെ നിന്നല്ല പിന്നെ ആരെ പാർക്കി ഇത് നടക്കൂല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പറയുന്ന കേള്. നീ മാസ്ക് വെച്ചിട്ട് നീ ബൈക്കിൽ എന്നെ അറിയാമോ? അറിയൂല. അതല്ലേ പറഞ്ഞ മാസ്ക്.
ബൈക്കിൽ കയറൂല, മാസ്ക് വെക്കൂല. എന്റെ അയ്യോ അമ്മയുടെ ഒന്നുമില്ല, ശ്രദ്ധിക്കുന്നില്ല. അയ്യോ ദൈവമേ, ആരെങ്കിലും നോക്കാം. പിടിക്ക്. ഞാൻ വരൂല. എടി മുത്ത, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ല, അപ്പൊ എനിക്ക് സംസാരിക്കണ്ടേ? ഫോട്ടോ എടുക്കണോ? ഇല്ല, നീ അതാ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന സീനാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേറ്. ഒറ്റ തവണയല്ലേ ഉള്ളൂ, ഒരൊറ്റ തവണയല്ലേ ഉള്ളൂ. ഒറ്റ തവണയുള്ളൂ ഇത്, ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം. ഇനി മേലെ എന്നെ വിളിക്കരുത്, ഞാൻ വരത്തൂല്ല. ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് പ്രോമിസ് എന്നാ ഞാൻ വരാം. ആ ശരി, നീ പിടി. ഉറപ്പാണ്? പിടിക്ക്. ഉറപ്പാണ്? ഉറപ്പാണെങ്കിൽ പറ. ആ ശരി, ഇനി ഫോൺ വിളിച്ചാൽ മതി, ബാക്കിയൊക്കെ വർഷം കഴിഞ്ഞിട്ട് മതി. നോക്കുന്ന എന്തെങ്കിലും സംഭവിക്കും. ഞാൻ വരണില്ല. ആരെങ്കിലും കാണും. വാ, നീ എവിടെ പോകുന്ന? ഇടി വാ ഇങ്ങോട്ട്. മതി, പോവാ മതി. മൊത്തം കളിക്കല്ലേ, ഇവിടെ ആരും കൊണ്ട് ശ്രദ്ധിക്കില്ല. നീ വാ. ഇല്ല, നീ വാ അങ്ങോട്ട്. ആ അവിടെ ഇരിക്കാം, വാ. അയ്യോ അവിടെ ഒന്നും ഇരിക്കണ്ട, ആരും കാണൂല മുത്തേ, നീ വാ. നീ വരുന്നുണ്ടോ? നീ ഇല്ല. എടി വാടി, ആരും കാണത്തില്ലെന്ന് പറഞ്ഞേ. ഞാൻ ഇത് വെക്കട്ടോ? അത് വെച്ചിട്ട് മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ, വാ. മുത്തേ, ഞാൻ അപ്പഴേ പറഞ്ഞ ഞാൻ മാറുന്നില്ല കൊള്ളത്തിന്. അയ്യോ പോവാ, മതി, പോവാ. ആരെങ്കിലും കാണും. സമാധാനപ്പെടും മുത്തേ. ഇതിപ്പോ നമ്മൾ മാത്രം വന്നിരിക്കും പോലെ എല്ലാരും ഉണ്ട്. എത്ര കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കണം. അതാ പ്രശ്നം. അവരറിയത്തില്ല, സമാധാനപ്പെട് മുത്തേ. ഡാഡി അറിയാന്നല്ലോ, ആരെങ്കിലും ഒരാൾ കണ്ടാൽ തീർന്നു. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് ചാവും. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കും, നിന്റെ ഡാഡി എന്തൊരു പ്രധാനമന്ത്രി എല്ലാരും അറിയാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നും ആർക്കും അറിഞ്ഞൂടാ നിന്റെ ഡാഡിയെ. എന്റെ ഡാഡി മാമനൊക്കെ അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ഇത്രയും വലിയ സീരിയൽ അഭിനയിച്ചിട്ട് എന്നെ തിരിച്ചറിയില്ലായിരുന്നു. എടി ആടാ, മാസ്ക് ഒന്ന് മാറ്റി. ഞാനിപ്പോ പോവാ. നിനക്കറിയില്ല എത്ര പ്രാവശ്യം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നിനക്ക് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, ആരും അറിയത്തില്ല, നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. അങ്ങനെ തിരിച്ചറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത്രയും വലിയ സീരിയൽ അഭിനയിച്ചിട്ട് എന്നെ തിരിച്ചറിയില്ല. പിന്നെ തിരിച്ചറിയെന്ന് പറയുന്നത് അങ്ങനെയല്ല, തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ കേരളയിലേ ഉള്ളു, അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ അങ്ങനെ സീനുള്ള ഏരിയ അല്ല ഇത്. ഞാൻ പറഞ്ഞ നിന്റെ ശംഖുമുഖത്ത് അല്ലെങ്കിൽ കോവളത്ത്, വേളി, ഇവിടെ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് എന്താണ്, ഈ പാർക്കിൽ വരുമ്പോഴത്തേനും ആരും ഇല്ല, നമുക്ക് ഇവിടുന്ന് മനസ്സിലാകാനായിട്ട്. നീ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും അവർ ശ്രദ്ധിക്കും. ഉള്ള കാര്യം പറയല്ല, മര്യാദക്ക് ഇരി. നിന്റെ മുഖത്ത് നല്ല ടെൻഷൻ കിടപ്പുണ്ടേ, അത് നീ മാറ്റി. ടെൻഷൻ അടിക്കാരി. ഇപ്പൊ എന്താണ് കഴിഞ്ഞല്ലോ, നമ്മൾ കണ്ടല്ലോ, നമുക്ക് പോവാം. അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഒറ്റയ്ക്ക് എനിക്ക് കണ്ട് സംസാരിക്കണം. സംസാരിക്കും പെട്ടെന്ന്. അല്ല, എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു കൊറേ. ഞാൻ ഫോട്ടോ അയച്ചു തരാം, പോവാ. ഞാനൊരു കാര്യം പറയാം. പെട്ടെന്ന് പറ. ഞാറുണ്ട 6 നത്ത്, 9 കഴിഞ്ഞ 10. നീയാണ് എന്റെ നത്ത്. ഇനി മേലെ എന്തേലും ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് ആപത്ത്. 6 നത്ത്. മുത്തുപ്പ എന്താ വിളിച്ചെന്നെ? ഞാൻ എന്താ വിളിച്ചു? ഇപ്പൊ എന്താ വിളിച്ചത്? ഒന്നുകൂടെ വിളി. അതല്ല, ആപത്താന്ന്. അതല്ലെന്ന്, അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം വിളിച്ചില്ലേ നീ? പറ എന്ത്? അതിന്റെ ഇടയ്ക്ക് ഒരു സാധനം നീ ഇപ്പൊ പറഞ്ഞു. എത്ര നാളായിട്ട് അത് ഞാൻ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ വിളിക്കും. ഞാൻ ഇതായപ്പോഴേ ഞാൻ പറഞ്ഞു ഇതുപോലെ കറങ്ങാൻ പോക്കും നടക്കൂല, കാണാൻ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ. ഇത് പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ? എന്റെ മൊത്തം ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരുന്ന ഒന്നും വരൂല. ഇത് റൊമാൻറ്റിക്കലി പറഞ്ഞ സാധനം ഇല്ലേ? പോയി നിന്റെ കണ്ണിലുണ്ട് പേടി. ചുമ്മാ എന്ത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലേ. ഇത്
ഒന്ന് ടെൻഷൻ അടിക്കല്ലേ ഒന്നുമില്ല, അങ്ങനെ ഇരുന്നാ മതി. അങ്ങനെ ഇരുന്നാ മതി നീ. നോക്കട്ടെ ടെൻഷൻ ഇല്ലേ, കണ്ണിൽ ടെൻഷൻ ഇല്ലേ, ഉള്ളിട്ടിരിക്കണേ. നോക്കണ്ട, അങ്ങനെ ഇരുന്നോ. ഒന്നുമില്ല, ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിക്കല്ലേ, നീ ടെൻഷൻ അടിക്കാതിരിയടി. അറിയത്തില്ല ഞാൻ ഡീൽ ചെയ്തോളാം. അതെ, പുരുഷു എന്ന് പേരുള്ള ഒരാൾ ഇതുവഴി പോകുന്നുണ്ടോ? नहीं भैया, मैं केरला नहीं है, उत्तर प्रदेश। ओ उसको उत्तर प्रदेश है, मेरा उत्तर प्रदेश, ये केरला नहीं। ഓ, ബംഗാളിയാ? हाँ बंगाली। क्या बोले, नाम क्या? നടരാജൻ. അങ്ങനെ പേര് മറന്നു പോയില്ല. ഓ നെയ്മ ക്യാ? പുരുഷു. ഇങ്ങ ഇല്ല, അങ്ക പോയി നോക്കും. അങ്ക ഓ, തമിഴ് ബംഗാളിയാ? கொஞ்ச நாள் மதுரையில பொரோட்டா அடிச்சிருந்து, அதனால சூடு பரோட்டே. போங்க. இந்த புருஷ வந்தா சீக்கிரமா வீட்டு வர சொல்லு, அம்மா திறக்கின்னு சொல்லு. ஓ சொல்லணும். நேரே போங்க. முட்டை എന്തോ പറ്റിയേ? എന്ത്? എടി എന്തടി? എന്ത് പറ്റി നിനക്ക്? എടി കണ്ടില്ല, നമ്മൾ മാസ്ക് വെച്ചില്ലേ, മാസ്ക് വെച്ചപ്പോ എനിക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ? വെള്ളം വല്ല വാങ്ങണോ? നീ കേറാങ്കി അങ്ങോട്ട് പോവാ. എനിക്ക് കുറച്ച് ശ്വസിക്കണം. എന്റെ വേറെ ആരെങ്കിലും കണ്ടില്ലല്ലോ, സീനില്ലല്ലോ, പിന്നെന്ത് കുഴപ്പം? എന്നെ കണ്ട ആരെങ്കിലും തിരിച്ചറിയോ? എടി ഇല്ല, തിരിച്ചറിയില്ല, സീനില്ല, ഞാൻ പറഞ്ഞില്ലേ. വെള്ളം വല്ല കുടിക്കുന്ന നീ? അപ്പൊ കേറ, നീ വണ്ടി കേറ്. നമ്മുടെ പുരുഷനെ കണ്ടായിരുന്നു. എന്തടി? ആര്? അയ്യോ, അങ്ങോട്ട് ഓടല്ല, ഇനി വാ നീ. എടി ഇങ്ങോട്ട് വാ നീ. മൊബൈൽ എടു. മൊബൈൽ പിടി ആദ്യം. പിടിച്ചോ. നേരെ പോ. രാവിലെ ഇതുവഴി ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നോ? ഇവിടെ അവർ ലോട്ടറി ഉണ്ടായിരുന്നു. ലോട്ടറി അടിച്ചാ അവന്. അതെന്താ ചോദിച്ചേ? അല്ല, ലോട്ടറി എടുത്ത് പത്രം എടുത്ത് നോക്കുന്നുണ്ട്. അവനെ ഇതുവഴി വരുവാന്നൊന്ന് പറയണേ. പറഞ്ഞ ലോട്ടറി അടിച്ച എന്റെ അടുത്ത് ലോട്ടറി അല്ല, ചീട്ട് പോലും അടിക്കാത്താണോ ലോട്ടറി അടിക്കാൻ? ലോട്ടറി അടിച്ചാണ് ഈ എവിടെ? അങ്ങോട്ട് പോവാന്നു. ആൾക്കാർ ഈ സമയത്ത് എന്റെ പൊന്നെ എനിക്ക് ഇപ്പൊ ഇന്ന് അറ്റാക്ക് വന്ന് ഞാൻ ചത്തേനെ. ഞാൻ പറഞ്ഞ ഒരൊറ്റ മനുഷ്യരെ കണ്ടില്ലല്ലോ, സേഫ് ആയിരുന്നില്ലേ? കാണൂല. നീ പരിപാടി എനിക്ക് തലവേദന എടുക്കണം. ഒരു കുഴപ്പമില്ല, ആരും കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ കാണാൻ വേണ്ടി വന്ന് എടി അവർക്കൊന്നും അറിയത്തില്ല. അറിഞ്ഞുള്ള അവസ്ഥ ഞാൻ പോണു. ചേട്ടാ ഓട്ടോ.